നമ്മുടെ ചാനലിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബഡ്ജറ്റിൻ്റെ പരിമിതികളും. അപ്പം അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ തിരുവനന്തപുരത്തു നിന്നും അധികം ദൂരത്തല്ലാതെ തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം മനസ്സിലേക്ക് വന്നു. തെക്കിൻ്റെ കാശി എന്നറിയപ്പെട്ടിരുന്ന തെങ്കാശി. തെങ്കാശിയിലെ 5 മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അധികം വലിച്ചു കിട്ടാതെ നമുക്ക് ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അന്യൻ പാറയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അങ്ങോട്ട് പോയാലും കുറേ നല്ല വഴികളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഗേറ്റ് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഗേറ്റ് എപ്പോഴും തുറന്നിട്ടേക്കും, പക്ഷേ എനിക്കൊന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കയറ്റാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം. പക്ഷേ അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ഇവർ ഒരു ബാരിക്കേഡ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാറ്റുണ്ട് ഈ ഭാഗത്ത്. എന്തായാലും വെയിലുണ്ടെങ്കിൽ അത്ര അറിയുന്നില്ല. നമ്മുടെ അന്യൻപാറ. അന്യൻപാറയിൽ ഇപ്പോൾ ആക്ച്വലി കുറച്ച് വർക്ക്, എനിക്കൊന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയത് കൊണ്ട് ഇപ്പോൾ ഇവർ ആ പഴയ ഫോട്ടോസൊക്കെ ഒന്നുകൂടെ റിനോവേറ്റ് ചെയ്യണം, ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ അവിടെ. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ആരും വരാത്തത്. പക്ഷെ നമ്മൾ വന്നപ്പോഴേ കിട്ടിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ഒരുപാട് ആടുകൾ ഇതേ പോകുന്നു അതുവഴി, കണ്ടോ, കാണാമോ? ഇഷ്ടംപോലെ ആടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. പുറകെ അതിൻ്റെ ഓണേഴ്സാണെന്ന് തോന്നുന്നുള്ളത്. അവിടെ നിന്ന് കുറേ പശുക്കളും എരുമകളും ഒക്കെ വരുന്നുണ്ടോ. ആ നടുക്കുള്ള ഭാഗം കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. അവിടെ അതേ പാടത്ത് ഒക്കെ കൊയ്ത്തും ഒക്കെ നടപ്പുണ്ട് കേട്ടോ. കണ്ടോ, ട്രാക്ടറൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ഇത് നല്ലൊരു ഭാഗമായിരുന്നേ. നമുക്ക് ഈ നടുക്ക് നിന്നിട്ട് ഫുൾ പച്ചപ്പ് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തേ ഉള്ളൂ. അവിടെ വിൻമില്ലൊക്കെ കാണാം ദേ അവിടെ. ഇപ്പോൾ ആക്ച്വലി ഈ ഭാഗത്ത് പച്ചപ്പ് കുറവാണ്, കാരണം കൊയ്ത്ത് കഴിഞ്ഞു. അപ്പോൾ സീസണിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഭാഗത്തും ചുറ്റും, നമ്മുടെ ചുറ്റും ഇതാണ് കേട്ടോ നമ്മുടെ നെൽപ്പാടവും അതുപോലെ അതിൻ്റെ അപ്പുറത്ത് കാറ്റാടി പാടങ്ങളും. പക്ഷേ ഇവിടെ കാറ്റുണ്ടെങ്കിലും അതൊന്നും കറങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ഈ പാറയുടെ മുകളിൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അന്യൻ പാറയിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ, നിങ്ങൾക്ക് അറിയായിരിക്കും, അന്യൻ സിനിമയിലെ രണ്ടക്ക അങ്ങനെ പറയുന്നതായിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റുന്ന. രണ്ടക്ക എന്ന് പറയുന്ന ആ പാട്ട് ഷൂട്ട് ചെയ്ത് ഇവിടെ കേട്ടോ. ഇവിടെ ആക്ച്വലി ഇതൊക്കെ മാഞ്ഞു പോയിട്ട് രണ്ടാമത് ഇപ്പോൾ അവർ പെയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇത് ആക്ച്വലി ഒരു നല്ല പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയത് കൊണ്ട് അപ്പോൾ അവരത് എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ചെയ്യുകയാണ്. എല്ലാം പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കൊള്ളാം. നമുക്ക് തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ കാറ്റാടി പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഒട്ടും മുന്നിലും പിന്നിലും കാറ്റാടി പാടങ്ങളും നടുക്ക് അന്യൻപാറയും അതുപോലെ തന്നെ നല്ല നെൽപ്പാടവും. ഇത് പിന്നെ കാറ്റിനൊരു കുറവുമില്ല ഇവിടെ. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ തെങ്കാശിയിലുള്ള മറ്റൊരു സ്പോട്ട് നമുക്ക് അടുത്ത കാണാം. നമ്മൾ അന്യൻപാറയിൽ നിന്ന് യാത്ര പോവാണേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ തെങ്കാശിയിലുള്ള അടുത്ത രണ്ടാമത്തെ കാഴ്ച കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കും. നമ്മൾ സുന്ദരപാണ്ഡിപുരത്ത് എത്തി കേട്ടോ. സുന്ദരപാണ്ഡിപുരം നിങ്ങൾക്കറിയാം, സൺഫ്ലവേഴ്സിനാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസണല്ല. ഇതൊരു തെപ്പക്കുളം എന്ന് പറയും ഈ ഒരു സ്ഥലം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അഗ്രഹാരമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഗ്രഹാരമാണ്. അതായത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അഗ്രഹാരമാണ്. റോജ, നമ്മുടെ അന്യൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സൂത്രധാരൻ സിനിമയിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ആ വീടുകളൊന്നും ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാവരും ഈ ഉത്സവ സമയത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു കിടിലം സ്പോട്ടാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു നഴ്സറി ഉണ്ട്, ഒരു എനിക്കൊന്ന് LP സ്കൂൾ എന്തോ ആണ്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇതിനകത്ത് മീനുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കാൻ നല്ല കാറ്റും നല്ലൊരു സ്പോട്ട്. ആക്ച്വലി എന്താ പറയുക, തെങ്കാശി ഇപ്പോൾ ചൂടാണ്, പക്ഷേ എനിക്കൊന്ന് ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം സംഭവം. നമ്മൾ സുന്ദരപാണ്ഡിപുരത്താണ് ഇപ്പോൾ ഉള്ളത്. കാറ്റാടിപ്പാടം, അതായത് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വന്നത്. നിങ്ങൾ ഓൾറെഡി പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കാറ്റുണ്ടെങ്കിൽ ഇത് അനങ്ങുന്നില്ല. എന്താണ് ആ കാര്യം? അതായത് ഇതാ നമ്മുടെ കാർ അവിടെ കിടക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. കാറിൻ്റെ കണ്ടോ എന്തോരം ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയോ.
അപ്പോൾ തെങ്കാശിയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഉറപ്പായും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സ്പോട്ടാണ് തിരുമല മുരുകൻ കോവിൽ. ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ കാരണം വിശ്വാസികൾ മാത്രമല്ല ധാരാളം ടൂറിസ്റ്റുകളും ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലം വരെ 625 പടവുകൾ കയറി മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മലമുകളിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നല്ലൊരു റോഡ് പണിതിട്ടിട്ടുണ്ട്. കോവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയ ഇതാണ്. കുറച്ച് കാറുകളും ബസ്സുകളും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പുറത്ത് 2 വീലർ പാർക്കിംഗ് ഉണ്ട്. അടിപൊളി കേട്ടോ, അടിപൊളി കാഴ്ചകൾ. നമ്മൾ ഇവിടെ വരാതിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോകാനെ. അപ്പോൾ തെങ്കാശി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു തിരുമല മുരുകൻ കോവിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ 2 മൈൻഡിലായിരുന്നു, പക്ഷേ എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് കയറണമെന്നില്ല, വണ്ടി മുകളിൽ വരെ വരും. പിന്നെ വണ്ടിക്ക് ഒരു 50 രൂപ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇഷ്ടം പോലെ കാഴ്ചകൾ. അവിടെ മൊത്തം പച്ചപ്പാണ്, കുറേ തെങ്ങുംതോപ്പൊക്കെ കാണാം. തെങ്ങുംതോപ്പാണ് കൂടുതൽ ഈ ഭാഗത്തൊക്കെ. അവിടെ 1-2 വലിയ മലകൾ, പാറകൾ കാണാം. അവിടെയൊക്കെ ഇഷ്ടംപോലെ വിൻമിൽസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് പാടങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും അടിപൊളി കാഴ്ച ഇതാണ് കണ്ടോ. ഇവിടെ സൺറൈസ്, അതുപോലെ ആ പച്ചപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേഘം നിൽപ്പുണ്ട്, കോടമഞ്ഞ്. അവിടെ ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ കാണാം. അടിപൊളി. തമിഴ്നാട് വന്ന ഒരു മെയിൻ പ്രത്യേകത അതാണല്ലോ. ഈ ഒരു സെറ്റപ്പ് കൊള്ളാം. നല്ല വെയിൽ വന്നാലുമേ അധികം കാല് പൊള്ളാതിരിക്കാനാണ് അവർ ഇവിടെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുമലക്കോവിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ആക്ച്വലി ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായി, ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും. പക്ഷേ നമുക്ക് അതുവഴി വണ്ടി ഓടിച്ച് പോകണം. പോയി നോക്കാം. അടവിനേനാർ ഡാമിൽ വന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്. ആക്ച്വലി നമ്മൾ കുറച്ച് നാളായിട്ട് നല്ല പച്ച പുൽപ്പാടം കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മിക്കയിടത്തും കൊയ്ത്ത് കഴിഞ്ഞ് അങ്ങനെ എല്ലായിടത്തും ഒരു മഞ്ഞ കളറിലും അങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇതാ ഇവിടെ വന്നപ്പോൾ കണ്ടോ, നല്ല വിശാലമായ നെൽപ്പാടം നമുക്ക് കാണാം. കണ്ടോ, അതിൻ്റെ ഇടയിൽ ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ സ്റ്റേ ആയിരിക്കും ആ കാണുന്നത്. എന്തായാലും അടവിനേനാർ ഡാം ആ ഭാഗത്താണ്. അവിടുത്തെ ആ ഫ്രണ്ടിലുള്ള വഴി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നല്ല വിശാലമായ പാടം, നെൽപ്പാടം കാണാം കേട്ടോ. അതിപ്പോൾ എനിക്കൊന്ന് കൊയ്ത്തായിട്ടില്ല, നല്ല സീസണാണ്. നല്ല ഗ്രീൻ കളറിൽ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ആകാശ കാഴ്ചകളൊക്കെ ഒന്ന് വിശാലമായിട്ട് കാണാം. പിന്നെ കാണുന്നതാണ് അടവിനേനാർ ഡാം. അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ആ റോഡ് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ പാടത്തെത്തും. നമ്മളിതാ അവിടെ വണ്ടി ഇട്ടു. അവിടെ നിന്ന് നേരെ നമ്മുടെ അപ്പുറത്ത് തിരുമല മുരുകൻ കോവിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി. ഇത് ഒരുമിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ, ഇത് രണ്ടും ഒരുമിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ വന്നാൽ മതി. ഒന്നെങ്കിൽ അവിടെ ആദ്യം പോയിട്ട് ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവിടെ ആദ്യം പോയിട്ട്. വൈകുന്നേരം അവിടെ പോയാലും നല്ല അറ്റ്മോസ്ഫിയറാണ് ആ അമ്പലത്തിൽ, നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. പണ്ട് പാണ്ഡ്യന്മാരുടെ ഭരണകാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അന്നത്തെ രാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം വന്നതോടുകൂടി ഈ ഒരു സ്ഥലം തെക്കിൻ്റെ കാശി എന്നറിയപ്പെട്ടു. അതായത് തെങ്കാശി. തെങ്കാശിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാവുന്ന ഈ ഒരു ക്ഷേത്രം കാണാനാണ് ഞങ്ങൾ തെങ്കാശിയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ മാറ്റിവെച്ചത്. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഫോൺ പോലും അലൗഡ് അല്ല. അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ആ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഈ അമ്പലത്തിൻ്റെ മുൻപിലുള്ള സ്ട്രീറ്റിൽ നല്ല ഫ്രഷ് സ്വീറ്റ്സ് കിട്ടുന്ന 2-3 ചെറിയ പഴയ കടകളുണ്ട്. അപ്പോൾ പോകുന്നതിന് മുൻപ് അവിടുന്ന് നല്ല ഫ്രഷ് ഗോതമ്പലുവയൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. വേണം കണ്ടോ, അതും രാവിലെ ഫ്രഷായിട്ട്. അതായത് എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇറുക്കി പിടിച്ചത് ഇങ്ങനെ വിട്ടുവരും. കണ്ടോ, കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ഇനി അപ്പോൾ ഇത് നിങ്ങൾക്ക് അലുവ വന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അലുവ വാങ്ങിക്കണമെങ്കിൽ ഈ അമ്പലത്തിൻ്റെ നേരെ മുൻപിൽ തന്നെയുള്ള ഈ കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഇത് രാവിലെ 7 മണിക്ക് തന്നെ തുടക്കം. പിന്നെ അപ്പുറത്തെ കട ഒരു 9-9:30 ആവും കേട്ടോ. വെറൈറ്റി അലുവകളുണ്ട്. അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു തെങ്കാശി ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ റിഫ്രഷ്ഡായി. ഇനി സൂര്യകാന്തി പൂക്കളുടെ സീസൺ തുടങ്ങുമ്പോൾ അതും കൂടി ആസ്വദിക്കാനായിട്ട് ഒരിക്കൽ കൂടി വരണം എന്നാഗ്രഹിച്ചുകൊണ്ട്
തെങ്കാശിയോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു.